ഹലോ, അലക്കി നടുവടിക്കാനാണ് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വാഷിംഗ് മെഷീൻ വേണമെന്ന്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിടാന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാലക്കൂടെ പിട്ടാപ്പള്ളിയിൽ പോയിട്ട് ബോഷിൻ്റെ കമ്പനി എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ബോഷിൻ്റെ കമ്പനി നോക്കി വന്നപ്പോൾ സാംസങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ചായ വന്ന് സാംസങ് എടുക്കാനായി. അങ്ങനെ സാംസങ് തന്നെയാണ് എടുത്തത് കേട്ടോ. പിന്നെ ബോഷ് എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളെ ഫ്രിഡ്ജ് ബോഷായിരുന്നു, അതുകൊണ്ട് ബോഷ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഓട്ടോമാറ്റിക് ഒന്നും എടുക്കാൻ പോയില്ല കേട്ടോ, കാരണം സെമി ഓട്ടോമാറ്റിക്കും മതി. എനിക്കും താല്പര്യം അതാണ്. പ്ലസ് പിന്നെ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഇതില്ല, അങ്ങനെ എനിക്കെന്തോ ഒരു സൗകര്യക്കുറവ് പോലെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുത്തില്ല. അങ്ങനെ 8 കിലോൻ്റെ നമ്മുടെ സാംസങ്ങിൻ്റെ 10-14 രൂപയിലൊക്കെ അഫോർഡബിളാണ്. കാരണം ഓണത്തിൻ്റെ നല്ല ഓഫറുണ്ട് ഇപ്പോൾ. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ 8 കിലോത്തിൻ്റെയാണ് എടുത്തത്. കാരണം അത്യാവശ്യം ഞങ്ങൾ കോസടി അത് ഇതൊക്കെ ഉള്ള കാരണം പുതപ്പും സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കണം. അതുകൊണ്ട് തന്നെ നല്ല ഇതുള്ളത് എടുത്തു, വെയിറ്റ് താങ്ങാൻ പറ്റണത് എടുത്തു. അങ്ങനെ കുറേ ഓഫറുകളുണ്ട് കേട്ടോ, നല്ല നല്ല മെഷീനുകൾ. എനിക്ക് ആ ബ്ലാക്ക് ഒക്കെ ആയിരുന്നു താല്പര്യം. പക്ഷേ ഞാൻ കൂടുതൽ നോക്കാൻ പോയില്ല, കാരണം 8 പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എടുത്ത സാധനം. ഈ ഞാൻ കുഴപ്പമുണ്ടായില്ല. കളറ് പിന്നെ നമുക്ക് കളറിലല്ലോ ലുക്കിലല്ലോ കാര്യം, വർക്കില്ലല്ലേ. അതുകൊണ്ട് ഞാനത് അങ്ങനെ വിചാരിച്ചു, അങ്ങനെ ആക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കുറേ വാഷിംഗ് മെഷീൻ കണ്ടപ്പോൾ ഒരു പുതുമ തോന്നിയിട്ട് നമുക്ക് വല്ലപ്പോഴല്ലേ ഇങ്ങനത്തെ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതങ്ങോട്ട് മുതലാക്കി. പിന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇനി വാഷിംഗ് മെഷീൻ്റെ വായ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാറ്റലോഗിൽ വല്ലതുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാറ്റലോഗ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ റിലേഷനിൽ ഒരാൾക്ക് AC വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ മിസ്കിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് എൻ്റെ മനസ്സങ്ങടിച്ച് അഞ്ചാടിയിട്ട് സ്പെഷ്യലെ മക്കളെ. പിന്നെ കയ്യിലെ കാശിൻ്റെ കാര്യവും പിന്നെ വീട്ടിലിരിക്കുന്ന മിക്സിയുടെ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച്. അത് മാത്രമല്ല കേട്ടോ, പാത്രങ്ങളും അടിപൊളി അഫോർഡബിളായിട്ടുള്ള നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പക്കടിയില്ല, ഞാൻ തുണി കൊണ്ട് പിടിച്ച് എൻ്റെ കൈ പൊള്ളിപ്പോയി. അങ്ങനെ അപ്പോൾ ഞാനത് വാങ്ങിച്ചു. പിന്നെ നമ്മളെ മറ്റേ വട്ട് വാങ്ങിച്ചു. എൻ്റെ വണ്ടീനെ പെട്ടി ഓട്ടർഷ കൊടുക്കാൻ നോക്കൂ. അങ്ങനെ സാധനം വീട്ടിലെത്തി ഞാൻ ചെയ്യണ പൊട്ടത്തരം കണ്ട ആ റിബൺ പൊക്കി അതൊന്ന് പൊക്കിയെടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് മേലേന്ന് പിടിച്ചിട്ട് ഞാൻ ഇതാക്കിയിട്ട് മേലേക്ക് പൊക്കിയെടുക്കണം. മേലയിൽ പൊളിച്ചിട്ട് പിന്നെ മേലേക്ക് പൊക്കിയെടുക്കണം. ഇജാതി പൊട്ടത്തരം എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ. അത് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞാൽ കിടക്കണം, അപ്പോൾ അതിനെ തിരിച്ചിട്ട്. അപ്പോൾ ഇത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഏത് വാഷിംഗ് മെഷീൻ ഏത് കമ്പനിയാണ് ഇഷ്ടം?